നിന്നെ ഞാൻ തള്ളേ എന്റെ പറമ്പിലെങ്ങാനും നിങ്ങളുടെ ഈ വൃത്തികെട്ട കാല് കുത്തിയ ഞാൻ വെട്ടി എന്നെ പട്ടിക്കിട്ട് കൊടുക്കും. ഇവള് വെട്ടി അരിയെന്ന് പറഞ്ഞ അരി അതുകൊണ്ട് അടുക്കണ്ട. എടി നിന്നെ ഞാനിപ്പോ വെറുതെ വിട്ടിരിക്കുന്നു. പൊക്കോ പൊക്കോ. ഇങ്ങോട്ടേക്ക് ഞാൻ നിക്കുന്നത് എന്റെ പറമ്പിലാ. എന്റെ പറമ്പിൽ കേറി എന്നെ തല്ലാൻ ധൈര്യമുള്ള ആരെങ്കിലും നിന്റെ അടുത്തുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാടി നീ ഇങ്ങോട്ട്. വരുന്നുണ്ടീ ഇന്നെന്റെ കൊച്ചന് ഞാൻ വരുന്നുണ്ടീ. അയ്യോ കൊച്ചവനായാലും വലിയവനായാലും ഈ മഹിളാമണി ആരെന്ന് കാണിച്ചു കൊടുക്കാടി. കാണിച്ചു കൊടുത്തടി പോടി. കേട്ടിട്ടുണ്ടോടി നീ കോട്ടയം നഗരത്തെ കിടുകിടാ വറപ്പിച്ച കോട്ടയം കുഞ്ഞുഞ്ഞ് വെട്ടാൻ പറഞ്ഞാ വെട്ടും കൊല്ലാൻ പറഞ്ഞാ കൊല്ലും. വെട്ടുകാരനാണോ? അല്ല, നീ നേരിട്ട് കണ്ടങ്ങ് അറിഞ്ഞാ മതി കേട്ടോ. കോട്ടയം ചന്തയിലെ 10-16 പേരെ ഒറ്റയ്ക്ക് അടിച്ച് താഴെയിട്ടവനാ. എടി വല്ല പൊടിപ്പിള്ളാരായിരിക്കും. ചിലക്കത് പോടി ഒന്ന്. എടി പോടി അവിടുന്ന്. അവൻ എന്തായാലും ഇന്നെത്തും. ഈ വേലിങ്ങി പൊളിച്ചു തന്നേച്ചേ. അതിങ്ങി തന്നേച്ച് നീ എവിടാന്ന് വെച്ചാ ഓടി രക്ഷപ്പെടാൻ നോക്ക് പോ. എടി 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 അങ്ങനാണെങ്കിൽ ഞാൻ എന്റെ ആങ്ങളമാരെ വിളിക്കൂടി. അയ്യോ വിളിക്കല്ലേ പ്ലീസ്, എനിക്കങ്ങ് പേടിയാ. അയ്യോ വിളിക്കും ഞാൻ വിളിച്ചോളാം. ഓടിപ്പോ. എടി പൊട്ടത്തി, നീ ഉപ്പ് കണ്ടൻ ചട്ടമ്പിളന്ന് കേട്ടിട്ടുണ്ടോ? മരയോണ്ടേ ഉപ്പ് കണ്ടൻ തല്ലുകൊള്ളികളെന്ന് കേട്ടിട്ടുണ്ട്. പോയി കണ്ണാടി നോക്കി വിളിയടി പോടി. എടി എന്നാ ഞാൻ അവരെ വിളിക്കാൻ പോവാ. വിളിച്ചോ. നമുക്ക് കൊള്ളുവാണോ കൊടുക്കുവാണോ നേരിട്ട് കാണാവടി. അവര് വന്നോട്രീ. കുഞ്ഞുഞ്ഞിന്റെ കൈത്തരിപ്പ് മാറ്റാൻ 4 തടിമാടന്മാര് വരുന്നത് നല്ലതാ. ആണ്. എന്റെ പറമ്പിലെങ്ങാനും തുപ്പിയാ നീ എന്നാ ഇവിടെ ഇനി തുപ്പി ഞാൻ. എടി പോടി അവിടുന്ന്. കുഞ്ഞുഞ്ഞ് ഇവിടെ വന്ന് നിന്റെ കൈയും കാലും തല്ലി ഒടിക്കാതെ ഞാൻ ഇനിയും ജലപാനം ചെയ്യില്ല. ഇത് സത്യം സത്യം സത്യം. അന്ന ഈ തള്ള ഇവിടെ വെള്ളം ഇറങ്ങാതെ കിടന്ന് ചാവത്തേ ഉള്ളു. കോട്ടയം കുഞ്ഞുഞ്ഞ് വന്നേ. കോട്ടയം നഗരത്തെ കിടുകിടാ ഉറപ്പിച്ച കോട്ടയം കുഞ്ഞുഞ്ഞ് വന്നേ. പട്ടിയെ പേടിച്ച് പന്തളത്ത് വന്നപ്പോ അവിടെയും പട്ടിയുടെ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞതുപോലെ ആയല്ലേ. എന്റെ കർത്താവേ, നിന്റെ തിരുവിഷ്ടങ്ങനാണെങ്കിൽ അങ്ങനെ അങ്ങ് നടക്കട്ടെ. സ്ഥലത്ത് സ്ഥിരം കാണുന്ന ചാവാലിക്കുട്ടുവാണെന്ന് തോന്നുന്നു കടന്ന് കുരക്കണത് കണ്ടിട്ട് കൈ ധരിക്കുന്നു. കുഞ്ഞനാമേ ഇവിടെ നിറയെ പട്ടികളാണല്ലോ. അങ്ങനെ ഒരു പട്ടിയെ ഒതുക്കാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പട്ടിയെ ഒതുക്കാനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? പോടെ പൊട്ട എഴുന്നേറ്റ്. വേണ്ട, അവിടെ ഒരു വഴി കണ്ടായിരുന്നു. ആ വഴിയിലൂടെ വേണം നമ്മുടെ വീട് പണിക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട്. ഇവിടെ താമസിക്കുന്ന കുരുത്തം കെട്ടവള് ആ വഴിയുടെ 1/4 ഭാഗം കൊണ്ടൊന്ന് വേലി കെട്ടി അടച്ചേക്കുവാ. ഇത് ചോദിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നേ അവൾ എന്റെ തല അടിച്ച് അങ്ങ് പൊട്ടിച്ചു. എന്റെ കൊച്ചു ചെറുക്കനെ കള്ളക്കേസി കുടുക്കി. അപ്പൊ ഇനി ആ വേലി പൊളിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളല്ലേ? അത് പറഞ്ഞ അവക്ക് മനസ്സിലായല്ലടാ. കോട്ടയം കുഞ്ഞുന്നിന്റെ ഭാഷയിലൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നോ 10 പറ, പക്ഷെ അവള് കേൾക്കുകയല്ല. ചെവിക്കത്തല്ല പഞ്ഞിയും തിരികെ വെച്ചിരിക്കണം. ഒന്നും തിരികെ വെച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ നാക്കിന് 1.5 കിലോമീറ്റർ നീളമുണ്ട്. അത് കത്തറിക്ക് മോടയാ. എനിക്കതൊന്നും തീർത്തു കൊടുക്കണമല്ലോ. എടാ എന്നതാടാ തീർത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങ് ഓടിച്ചു പോവാണോ? പോയി തല്ലടാ. അയ്യോ ഞാൻ ഓടിപ്പോയതല്ല. കോട്ടയം കുഞ്ഞുന്ന് ഒരു പരിപാടി ഏറ്റു കഴിഞ്ഞാലേ 1.5 മണിക്കൂർ കോട്ടയം കുഞ്ഞുന്റെ പ്രകടനമാണ്. എടാ നിർത്തല, എനിക്ക് തല ഇറങ്ങുന്നത്. എന്നതാടാ ഇത്? പിന്നെ രാവിലെ എണിച്ചു കഴിഞ്ഞാൽ 30 വാട്ടി മുട്ട മസ്റ്റാ. എന്നതാടാ അപ്പൊ പല്ലുതേപ്പും കുളിയൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ടെന്ന്. പ്രാതലിന് മുട്ടും മുട്ടയും പിന്നെ ഒരു കൊട്ടയും. കൊട്ടയോ? കൊട്ട എന്നാത്തിനാടാ? അതിനകത്ത് 10-30 തേങ്ങ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. എന്തിന്? തലയ്ക്കൊരു എക്സസൈസ്. ഇതിലും ഭേദം തലയ്ക്ക് ചുറ്റും നെല്ലിക്കാത്തോളം വെച്ച് കെട്ടുന്നതാ. പിന്നെ ഉച്ചക്കൊരു കോഴി വേണം. കോഴിയൊക്കെ മേടിച്ചു തരാം, പക്ഷെ നിന്റെ കോഴിത്തരം ആദ്യം ഇവിടെ ഇറക്കായിരുന്നാ മതി. പിന്നെ രാത്രി ഞാൻ ലൈറ്റ് ആയിട്ട് കഴിച്ചോളൂ, കഞ്ഞിയും പേരും. അത് പിന്നെ ഒപ്പിക്കാവുന്നല്ലേ ഉള്ളു. പിന്നെ മട്ടൻ, കുറച്ച് മട്ടൻ വേണം. 5 പെറോട്ട വേണം. പിന്നെ കിടക്കുന്നതിന് മുമ്പ് 2 ഗ്ലാസ് പാല്, അതും ബദാം ഇട്ടത്. എടാ എന്നതാടാ ഇത്? ഞാനിപ്പോ നിനക്ക് വേണ്ടിട്ട് ഒരു തട്ടുകട തന്നെ തുടങ്ങണമല്ലോ. ഇതിന്റെ ഇടയ്ക്ക് നിനക്ക് എപ്പോഴാടാ ഇടിക്കാൻ പോവാ സമയം? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇതേ കോട്ടയം കുഞ്ഞിന്ന് പരിപാടി തുടങ്ങാമോ? എന്താന്ന് വെച്ചാ ചെയ്തുതരാം. നീ അവിടെ ഒന്ന് ഒതുക്കി തന്നാ മതി. ചോര കണ്ടറപ്പ് മാറിയവൻ എന്ത് പേടിയും പറയലും കുഞ്ഞനാമേ. ഇന്ന് നോക്കിക്കോ, ഇവിടെ ചോരപ്പുഴ ഒഴുകും. അവളെ പേരെന്തിന്? മഹിളാമണി എന്നവളെ വിളി. എടി മഹിളാമണി ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി മഹിളാമണി ഇറങ്ങി വാടി. മഹിളാമണി ഇങ്ങ വാടി. തമിഴ് മഹിളാമണി ഉപ്പിട്ട് ചേച്ചി തെലുങ്ക് മഹിളാമണി ഇതാവോ ഹിന്ദി 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 ഹിന്ദി. എടി മഹിളാമണി എവിടെയാണ് നിന്റെ ആങ്ങളമാര്? അവന്മാരെ പേരെന്തിനായിരുന്നു? മാത്തനോ പോത്തനോ ആരാ? ഉപ്പുകൊണ്ട് തല്ലുള്ളികളെ ആടായിരുന്നു അവിടെ ഇല്ലെന്ന് തോന്നടാ. അത് അറിഞ്ഞിട്ടാണ് വിളിച്ചത്. അല്ല എടി ഇറങ്ങി വാടി. നീ എന്താണ് എന്നോ നോക്കിക്കൊണ്ടിരിക്കണേ? ഇറങ്ങി വാടി. എടി മഹിളാമണി എന്റെ കൊച്ചന് തന്നെ ഇങ്ങി വന്നടി. അവൻ ബാക്കി ഇരുന്ന് എക്സസൈസ് ചെയ്യുവാ. എക്സസൈസ് അങ്ങോട്ട് ചെല്ലടാ.
ഓർമ്മയുണ്ടോടാ? ഓർമ്മയിട്ടാമല്ല, മുദ്രാമോതിരം ഉണ്ടോ? ചങ്കളിക്ക് കൊടുത്തോലെ. ചിലപ്പോ ഇനി നിനക്ക് ഓർമ്മ വരും. എന്റെ ചെറുക്കനെ തല്ലുന്നോടി. തല്ലടാ. ചുമ്മാ ഇരി. എടാ തല്ലടാ. വേണ്ട, നിന്റെ ചേച്ചി അവിടെ പറയുന്ന അവളെ തല്ലടാ. ചേച്ചി, എന്നതാ? ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തു. ഞാനൊരു വ്രതത്തിലാണേ. എന്നാ വ്രതം? സ്ത്രീകൾ ഉപദ്രവിക്കാൻ പാടില്ല. ആ ദേ, അവൻ വ്രതത്തിലായോണ്ട് മാത്രം നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാ മതി. എത്ര ദിവസത്തേക്കാടാ മോനെ ആ വ്രതം? അതൊരു 5 കൊല്ലം കാണും. അപ്പൊ അവളെ കണ്ടപ്പോ നീയും ഭയന്നു പോയല്ലേ? ചവിട്ടാ. അവിടെ ചവിട്ടാ. നിന്റെ ചേച്ചി അവിടെ പറയുന്ന അവളെ ചവിട്ടാ. കാല് പൊങ്ങൂല. അവൻ ചവിട്ടില്ല. അവൻ എങ്ങാനും ചവിട്ടാൻ കാല് പൊക്കിയ അവന്റെ 2 കാല് ഞാൻ ഇവിടെ വെട്ടി. എന്റെ 2 കാലും തള്ളിയിട്ടാ പിന്നെ ഞാൻ അങ്ങനെ എക്സസൈസ് ചെയ്യും. ചേച്ചി, വീട് കൊണ്ട് നടന്നാ പോരെ? മതി. ആ സാധനങ്ങളെല്ലാം തലച്ചുമടാറ്റി ഇതുവരെ കൊണ്ടുവരാം. വെറുതെ എന്തിനാ ഒരു വഴക്ക്? ചേച്ചിയുടെ മാനം കെടുത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. കുഞ്ഞിനാമേ, അവൻ ഒന്നും ചെയ്യില്ല. പണ്ട് എന്റെ കഴുത്തിലൊരു താലിയും കെട്ടി എന്റെ സ്വർണ്ണം പണമൊക്കെ എടുത്തോണ്ട് പോയത് ആരെന്നറിയോ? ദേ ഇവൻ. അന്തിമം വന്നതേ കോട്ടയംകാരൻ കുഞ്ഞുനായിട്ടൊന്നും അല്ല, പോത്തുകച്ചവടക്കാരൻ ബെല്ലാരി രാജയായിട്ടാ. അന്ന് ഞാൻ ഒളിവിലായിരുന്നു. ഒന്നല്ലെങ്കിൽ അവൻ അന്ന് കൊണ്ടുപോയ എന്റെ സ്വർണ്ണം പണമൊക്കെ എനിക്ക് ഇപ്പൊ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇനിയുള്ള കാലം എന്റെ കൂടെ ജീവിക്കണം. തള്ളേ മഹിളാമണി, നീയായിരുന്ന പെണ്ണെ? എനിക്ക് നിന്നെ മനസ്സിലായില്ല കേട്ടാ. ചാച്ചി, നമുക്ക് ഈ പെണ്ണിനെ എനിക്ക് നേരത്തെ അറിയാന്ന്. നമ്മൾ ഇനി ജോയിന്റ് ആയ സ്ഥിതിക്ക് നമ്മളെ കല്യാണം ഒന്ന് നടത്തി തരണം കേട്ടാ. എടി പെണ്ണെ, നീ ഇപ്പൊ ചുന്ദരിയായിട്ടുണ്ട് കേട്ടാ. ചെല്ലക്കിളി. അല്ലപ്പ എന്റെ വേലിയുടെ കാര്യം? അതെ, നമുക്ക് 2 കൂടെ ഒന്ന് വിശദമായിട്ടൊന്ന് ആലോചിക്കാനുണ്ട്. ഇതിന് എന്റെ കൂടെ മുതലാണല്ലേ. കുഞ്ഞുഞ്ഞേ, എന്റെ കുഞ്ഞനാമേ, ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ 3 പേരും ചേർന്ന് ആ വേലി അങ്ങ് പൊളിക്കുന്നു. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ട്? നീങ്ങി വന്നേ. നീ എന്റെ കുഞ്ഞുഞ്ഞിന്റെ പെണ്ണായ സ്ഥിതിക്ക് ഇനി നീ അങ്ങോട്ടല്ല, പകരം ഇങ്ങോട്ട് വാ. എടാ, നിന്നെ ഇനിയും പ്രത്യേകം ക്ഷണിക്കണോ? എനിക്ക് നാണാവുന്നു. അയ്യാടാ, വാടാ.